ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വിക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റഹീമിനെ കളിയാക്കുന്ന ആളുകൾ. That's why we have did the demolition. So, സണ്ണി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വന്നത്. അവരെയാണ് പ്രബുദ്ധർ എന്ന് ഒരുപാട് പേർ വിളിക്കുന്നത്. പക്ഷെ അങ്ങനെ വിളിക്കുന്നവർ യഥാർത്ഥത്തിൽ വെറും വിവരമില്ലാത്തവരാണ് എന്ന് ഞാൻ പറയും. അതിനോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. MA, LLB, ഇനി അതിനു മുകളിൽ ഡോക്ടറേറ്റ് നേടാൻ തീസിസ് സമർപ്പിച്ച ഒരാൾ, ഇത്രയും വലിയ ഡിഗ്രികൾ കയ്യിലുള്ള ഒരു ജനപ്രതിനിധി LKGയിലെ കുട്ടികൾ സംസാരിക്കുന്നതിനേക്കാൾ മോശമായി ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്ന് കണ്ടാൽ നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? can you the government of Karnataka make a ആ വ്യക്തിയെയാണോ? അതോ ഇത്ര വലിയ ബിരുദങ്ങൾ വാരിക്കോരി കൊടുത്തിട്ടും പുറത്തിറങ്ങി 4 വാക്ക് സംസാരിക്കാൻ പ്രാപ്തിയില്ലാത്തവരെ സൃഷ്ടിക്കുന്ന നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയാണോ? ട്രോളുകൾ കണ്ട് ചിരിക്കുന്നവർ ഈ ഒരു കാര്യം കൂടി ചിന്തിക്കണം. പക്ഷേ അവിടെയും തീരുന്നില്ല കാര്യങ്ങൾ. ഗ്രാമർ പിഴവുകൾക്കിടയിൽ നമ്മൾ കാണാതെ പോയ JCB കയറി നിറങ്ങിയ പാവപ്പെട്ടവൻ്റെ ജീവിതമുണ്ട്. ബുൾഡോസർ കയറി നിറങ്ങിയ പാവപ്പെട്ടവൻ്റെ ജീവിതം അവിടെ ബാക്കിയായിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റഹീമിൻ്റെ ആ ഇംഗ്ലീഷ് വീഡിയോനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ചും പിന്നെ ഇതിനിടയിൽ മുങ്ങിപ്പോയ പച്ചയായ മനുഷ്യരെ കുറിച്ചുമാണ്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. വേറെ ഒന്നല്ല, ലൈക്ക് ഹൈപ്പൊക്കെ തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റിൽ എന്നോട് വല്ല എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ധൈര്യമായിട്ട് പറയാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ പറയാവുന്നതാണ്.